നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലി ഉണ്ടല്ലോ, ആ ജോലി സ്ഥലത്ത് തീർക്കുക, അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വരിക. അല്ലെങ്കിൽ ആ ജോലി സ്ഥലത്തുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് കച്ചറയാകും. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മൾ ഉപ്പും മുളകിലെ താരങ്ങൾ വന്നിട്ട് വെളുപ്പിക്കാനുള്ള ശ്രമമാണ്. ഒരു സൈഡിൽ വന്നിട്ട് ശ്രീകുമാർ വന്ന് വെളുപ്പിക്കുന്നു, ഒരു സൈഡിൽ വന്നിട്ട് നമ്മളെ ബാലു വന്ന് വെളുപ്പിക്കുന്നു. ഇപ്പോഴതാ ഇന്നലെ വളരെയധികം പരിതാപകരമായിട്ട് വളരെ സങ്കടത്തോടു കൂടിയിട്ട് നിഷാ സാരംഗിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അതിൽ അവർക്ക് പറ്റിയ ഒരു ഫൗൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഒരു എന്താ പറയേണ്ടത്, ഈ സീരിയലിലുണ്ടാകുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അത് അവർ വീട്ടിലേക്കും കൂടി കൊണ്ടുപോയി. അത് ചില ആൾക്കാർ, ചില ഉണ്ണാക്കന്മാർ മുതലെടുത്തു. അത് ഇവർക്ക് മനസ്സിലാക്കാൻ വൈകിപ്പോയി. ഇവർ അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അവർക്കെന്ന് പറഞ്ഞ ഒരു വലിയ നഷ്ടമാണ് വന്നിരിക്കുന്നത്. അവർ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സീരിയലിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്നെ തിരിച്ചു കൊണ്ടുവരും. കാരണം പണ്ട് ഇതുപോലൊരു ആരോപണം ഒരു സംവിധായകനെതിരെ ഉന്നയിച്ചപ്പോൾ ഇവരെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. നിങ്ങൾ ഒരു കാരണവശാലും ഈ സീരിയലിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നു. അങ്ങനെ 3 പേരെയാണ് അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത്. മാറ്റി നിർത്തി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരെല്ലാവരും കൂടി വന്ന് വെളുപ്പിക്കലായി. ആരുടെ കയ്യിലാണ് തെറ്റ് ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുകയാണ്, അതായത് നമ്മുടെ ദേഹത്തോ നമ്മളെയോ ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് കൊടുക്കണം അവിടുന്ന്. അതായത് പിന്നെ അവൻ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. അല്ലാതെ അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിലേക്ക് കയറ്റരുത്, അല്ലെങ്കിൽ വേറെ തരത്തിൽ നോക്കരുത്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, കാരണം ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ആ സീരിയലിൽ അഭിനയിക്കുന്നതാണ്, നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു, അവിടെ പ്രതികരിക്കേണ്ട ഒരു ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അല്ലാതെ നിങ്ങൾ അവിടെ വെച്ചിട്ട് അയ്യോ എന്നെ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അതല്ല പറയേണ്ടത്. അവിടെ വെച്ച് നിങ്ങൾ പ്രതികരിക്കണം. നിർത്തണ നിന്റെ സീരിയലിൽ നിന്ന് തന്നെ പറയണം. അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നീട് വന്നിട്ട് ഇതുപോലെ ഓരോരോ ആൾക്കാർ വന്നിട്ട് സത്യം പുറത്തു വരണേ, സത്യം പുറത്തു വരണേ, സത്യം പുറത്തു വരണേ, ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യമോ? നിങ്ങൾ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതായത് തീ ഇല്ലാണ്ട് പുകയുണ്ടാവില്ലല്ലോ, വെറുതെ അങ്ങനെ അങ്ങ് പുകയുണ്ടാവില്ലല്ലോ, ആദ്യം കുറച്ച് തീ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അത് ഇവരാരും തുറന്ന് പറയുന്നില്ല എന്താ സംഭവം എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊക്കെ ഈ സീരിയലിലെ കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് വീട്ടിലേക്കും, അതായത് സീരിയലിൽ അഭിനയിക്കുന്നവന്മാരെയൊക്കെ വീട്ടിൽ കയറ്റരുതെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ലവരൊന്നുമല്ല, എല്ലാവരും എൻ്റെ ആങ്ങളെ പോലെയാണ്, എൻ്റെ സ്വന്തമാണ്, അല്ലെങ്കിൽ എൻ്റെ എന്നാ പറയേണ്ടത് എൻ്റെ പൊന്നും കുടങ്ങളാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഇവന്മാരുടെയൊക്കെ മനസ്സിലെന്ന് പറഞ്ഞാൽ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ തോണ്ടാനും വരും. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല ലോകം. നിങ്ങൾ നല്ലത് വിചാരിച്ചിട്ടായിരിക്കും, അയ്യോ എൻ്റെ ഭർത്താവായി അഭിനയിക്കുന്നവനാണ്, അയ്യോ എൻ്റെ അനിയനായി അഭിനയിക്കുന്നവരാണ്, എൻ്റെ മക്കളായി അഭിനയിക്കുന്നവരാണ്, ഇതൊക്കെ തോന്നും. പക്ഷേ അതൊക്കെ സീരിയലിൽ മാത്രമാണ്. അവിടെയാണ് നിങ്ങളുടെ അവസരം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ അവിടെ നിന്നും വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല. ഇന്നലെ ഇപ്പോൾ ആ സ്ത്രീ പറയുന്നത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം അവരൊരുപാട് അഹങ്കരിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല. പല കല്യാണങ്ങളിലും പോയപ്പോൾ ഈ സീരിയലിൻ്റെ ആൾക്കാരെയും കൂട്ടിയിട്ട് ഇതാണ് എൻ്റെ ഫാമിലി എന്നുള്ള തരത്തിൽ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ എല്ലാ സമയത്തും പറയുന്നതാണ്, അയാൾക്കും ഒരു ഭാര്യയുണ്ട്, ആ ഭാര്യയുടെ വരെ ശാപം ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഈ സീരിയലിലെ ആൾക്കാരൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിലും വീട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി, എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഇവരും തമ്മിൽ നല്ല പരിചയമാണ്, അല്ലെങ്കിൽ അയാൾ ഇതാ എൻ്റെ വീട്ടിൽ വരാറുണ്ട്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട്, എൻ്റെ മക്കൾക്ക് കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോകാറുണ്ട്, അയാളുടെ മക്കൾക്ക് കാര്യമാണ്, അയാളുടെ ഭാര്യയ്ക്ക് കാര്യമാണ്. ഇതൊക്കെ നമുക്ക് ഭംഗി വാക്കിന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു കാലം കഴിഞ്ഞാൽ ഇവന്മാരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഈ സീരിയൽ മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടെടുത്തോളം കുറേ കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോഴും ഇതിന് ഒരു സംവിധായകൻ്റെ ഭാര്യ വന്നിട്ട് പറയുകയാണ് എൻ്റെ കുടുംബജീവിതം തകർത്ത ഒരു നടിയാണ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴവർ വന്ന് തിരിച്ചു പറയുന്നത് എന്താ, ഞാനല്ല തകർത്തത്, ഇവൾക്ക് വേറൊരുത്തിനുമായിട്ട് പരിചയമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ സീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് പൂർണ്ണമായിട്ടും തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകരുതായിരുന്നു. ഇന്നിപ്പോഴും വന്നിട്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ അടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലായിരുന്നു, ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോഴവരൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചു കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ചാനലിൽ വന്നിട്ട് ഒരുത്തൻ ഭാര്യനെയും കൊണ്ടാണ് വന്നത്. അവൻ വളരെ നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ, അവൻ്റെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അവൻ അറിഞ്ഞും അറിയാതെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ പരിപാടി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ എന്ന് പറഞ്ഞാൽ അടുത്തുവിട്ട് ഏതെങ്കിലും പെണ്ണ് പോയി കഴിഞ്ഞാൽ അവൻ ഇങ്ങനെയാക്കുമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ രോഗമാണ് ഇങ്ങനെയാക്കലായിരുന്നു. മനസ്സിലായി, അതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അതൊക്കെ വിടട്ടെ, കാരണം എന്താ വെച്ചാൽ അത് അവരായി അവരെ പാടായി.
പക്ഷേ ഒരു കാര്യം ഞാൻ ആലോചിക്കുക, ഇതിൻ്റെ അകത്തുള്ള എല്ലാവരും നല്ലവരാണ്, അല്ലെങ്കിൽ പളുങ്ക് പോലത്തെ ആൾക്കാരാണ്. ഇന്ന ആളുടെ ശിക്ഷനാണ്. ആ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അതിൻ്റെ സ്വഭാവം കാണിക്കും. അതൊന്നും നമ്മൾ വിചാരിക്കരുത് മക്കളെ. എപ്പോഴാണ് ഇവൻ്റെ ഉള്ളിലത്തെ മൃഗങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഈ സ്ത്രീക്ക് അതിൽ ഒരുപാട് പരാജയങ്ങൾ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അതായത് ഇവർ കണ്ണു അടച്ചിട്ട് അങ്ങനെ എല്ലാവരെയും വിശ്വസിച്ചു. ഇവരൊരുപാട് സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് പ്രോപ്പറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ സാരംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലാണ്. അതിൻ്റെ അകത്തുള്ള ചില സ്ത്രീകൾ വരെ അഭിപ്രായം പറയുന്നുണ്ട്. അതായത് നിഷേ, നീ ഒരു കാര്യം ചെയ്യണം, നീ സീരിയൽ മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ വെളിയിൽ പോകുമ്പോഴോ ഏതെങ്കിലും പ്രോഗ്രാമിന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം തീരുന്നവരെ അവിടെ ആയിരിക്കണം നിങ്ങൾ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾ ഫംഗ്ഷന് പോകുമ്പോൾ ഇതാണ് എൻ്റെ കുടുംബം എന്നൊന്നും പറയരുത് എന്ന് പലരും നിങ്ങളോട് പിന്നെ എന്താ പറയുക കമൻറ്റിലൂടെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ശരി. അവിടുന്ന് നമ്മളുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബം തന്നെയാണ്. ജോലി എന്ന് പറഞ്ഞാൽ ജോലിയാണ്. ഇവർക്ക് ആർക്കും ഇപ്പോഴും പ്രശ്നമില്ലല്ലോ. ഇപ്പോൾ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലുകാർക്ക് പ്രശ്നമില്ല. അവരുടേതായ ഇതും കൊണ്ട് പോകുന്നുണ്ട്. ഇപ്പം എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയത് ആരെയാണ്? ഈ സ്ത്രീയെ മാത്രമാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ബാക്കി എല്ലാവരും പുണ്യാത്മാക്കളായി, ബാക്കി എല്ലാവരും പുണ്യാളന്മാരായി. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യേണ്ട, അങ്ങനെയാണെങ്കിൽ ഈ പിന്നെ എന്താ പറയുക നമ്മളെ ബാലുവിനെ എടുക്കുമ്പം നീലുവിനെ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? നീലുവിനെ എടുക്കേണ്ടതെന്നാൽ അവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവരെയൊക്കെ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരാളെ ആ ഒരു സ്ത്രീ ശരിയല്ല, ഇല്ലെങ്കിൽ അവരെ ശരിയല്ല, അവരെ ഞങ്ങൾ വട്ടം ചുറ്റിക്കും എന്നുള്ള തരത്തിലാണ് ഇപ്പം എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിയിട്ട് ആകെ ഒന്നിനും ഇതില്ലാത്ത പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ ആ ഒരു ഇൻ്റർവ്യൂ ഇന്ന് പിന്നെ അത് 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊരുപാട് പേർക്ക് പാടാണ്. കാരണം നമ്മൾ അമിതമായിട്ട് ഒരുത്തനെ പോലും വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് നിമിഷവും മാറും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം അവിടെയുള്ള ആ അഭിനയിക്കുന്ന കുട്ടികൾ പോലുമായിട്ട് ഒരു ടച്ചില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടെയുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. നീലുവായിട്ടെങ്ങാനും ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ ഈ സീരിയൽ ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അത് നമുക്ക് ആർക്കും അറിയില്ല. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്ന് ഇന്നും ആർക്കും അറിയില്ല. പലരും പലതുമാണ് പറയുന്നത്. എനിക്കും കൃത്യമായിട്ട് അറിയില്ല. കാരണം അവിടെയും ഇവിടെയും തൊടാതെ പലരും വന്നിട്ട് പല കാര്യങ്ങൾ പറയുന്നതെന്നല്ലാതെ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്? ഇനിയും തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ എല്ലാ സഹോദരിമാരോടും പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ ഭയന്നുകൊണ്ടിരിക്കരുത്. ഇന്നലത്തെ ആ ഒരു പരിപാടിയിൽ ഞാൻ കണ്ടത് ഭയന്ന് വിറച്ചു പോകുന്ന ആ നീലു എന്ന് പറയുന്ന ആ സ്ത്രീയെയാണ്. അവർ നല്ല രീതിയിൽ ഭയന്നിരിക്കുകയാണ്. അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അവർക്ക് ഈ ലൈഫ് പോകുമോ? ഇനി ഈ സീരിയൽ ലൈഫ് ഉണ്ടാവില്ലേ? എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തുകയാണോ? എൻ്റെ ചാൻസുകൾ കളയുകയാണോ എന്നുള്ള ഒരു ഇത് അവർക്ക് വന്നിട്ടുണ്ട്. 6-7 മാസമായിട്ട് വെറുതെ ഇരിക്കുകയാണ്. സ്ഥിരമായിട്ടുള്ളൊരു വരുമാനമായിരുന്നു, അതാണ് പോയത്. പലരും പറയും അഹങ്കാരം കൊണ്ടാണെന്ന്, ചിലർ പറയും ഈഗോ കൊണ്ടാണെന്ന്. പക്ഷേ ഞാൻ പറയുന്നത് കുറച്ച് ഓവറായിരുന്നു. അത് കുറച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗതിയാവില്ലായിരുന്നു. അന്നേ എനിക്കറിയാമായിരുന്നു. കാരണം ഇവന്മാരൊക്കെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ സ്ത്രീയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.